ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ നമ്മൾ 3 സബ്പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മൂന്നിന്റെയും ടൈം സ്റ്റാമ്പുകൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. നിങ്ങൾക്ക് 3 പാർട്ടും കാണുന്നത് ബെനിഫിഷ്യൽ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ട് സ്കിപ്പ് ചെയ്യാം. പക്ഷേ അവസാനത്തെ 2 പാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഞാൻ പറയുന്നത് കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ 3 പാർട്ടും കാണാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ട്രൈ ടു ഷെയർ. കാരണം ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരിലേക്കും അത് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഹായ് സ്റ്റുഡൻസ്, ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയർ ഇഷ്യൂ ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ടെലിഗ്രാം ബാനിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ ടെലിഗ്രാം ബാൻ ആവാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? അപ്പൊ തന്നെ ചിലർ ചിന്തിക്കും, അയ്യോ ഞാൻ നെറ്റ്ഫ്ലിക്സും ഹോട്ട്സ്റ്റാറും ഒന്നും എടുത്തിട്ടില്ല, ഞാൻ ഇനി എന്ത് ചെയ്യും? അല്ലെങ്കിൽ എന്റെ എഡ്യൂക്കേഷണൽ കണ്ടന്റ് മൊത്തം ഞാൻ ടെലിഗ്രാമിലാണ് സേവ് ചെയ്തിരിക്കുന്നത്, അതെല്ലാം പോവും. ചില കമ്പനികൾ അവരുടെ പ്ലാറ്റ്ഫോം തന്നെ തുറന്നു വെച്ചിരിക്കുന്നത് ടെലിഗ്രാം ബേസ്ഡ് ആണ്. അയ്യോ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാനുള്ള കാരണം എന്താ? ടെലിഗ്രാമിന്റെ സിഇഒ അവേൽ ദുറോവ് അറസ്റ്റിലാവുകയാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ടെലിഗ്രാമിനെ പറ്റിയും ഇതിന്റെ സിഇഒയുടെ അറസ്റ്റിനെ പറ്റിയും പിന്നെ ടെലിഗ്രാം ഇന്ത്യയിൽ ബാൻ ആവാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ കാണാത്ത ഇതിന്റെ ജിയോ പൊളിറ്റിക്കൽ ആംഗിളിലൂടെ നമ്മൾ നോക്കും. അപ്പൊ ആദ്യം 2-3 മിനിറ്റ് നിങ്ങൾ എന്റെ കൂടെ ഒന്ന് നിൽക്കുക, കാരണം കുറച്ച് ബേസിക്സ് നിങ്ങൾ അറിയും. അത് കഴിഞ്ഞ് നമുക്ക് ഈ കണ്ടന്റിലേക്ക് പോവാം. അപ്പൊ ആദ്യത്തെ 3 മിനിറ്റ് നമ്മൾ ചില ബേസിക്സ് നോക്കും. അപ്പൊ ഇവിടെ ഞാനൊരു പേര് കൊടുത്തിട്ടുണ്ട്, ഫ്രീ സ്പീച്ച് ആബ്സല്യൂട്ടിസ്റ്റുകൾ. ഫ്രീ സ്പീച്ച് ആബ്സല്യൂട്ടിസ്റ്റ് ഇവരാരാ? ഫ്രീഡം ഓഫ് സ്പീച്ചിനെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളാണ്. ഇവര് പറയുന്നത് നിങ്ങൾക്കൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്ത് വേണമെങ്കിലും പറയാം. നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ ഗവൺമെന്റിന് എതിരായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് അഭിപ്രായം പറയാം. നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ മെജോറിറ്റിക്ക് എതിരായിരിക്കാം, എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പൊ ഫ്രീ സ്പീച്ചിനെ അബ്സല്യൂട്ട് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ ഫ്രീ സ്പീച്ച് ആബ്സല്യൂട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇലോൺ മസ്ക് ഇതിന്റെ വലിയൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, പക്ഷെ ഇല്ലീഗൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ അവർ അനുവദിക്കുന്നില്ല, പക്ഷേ മാക്സിമം ഫ്രീഡം ഓഫ് സ്പീച്ച് ഇവർ പ്രൊമോട്ട് ചെയ്യും. ഇവരുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് എന്തും പറയാം, ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാം, മേജർ കമ്മ്യൂണിറ്റിക്ക് എതിരെ പറയാം. അങ്ങനെ ഫ്രീഡം ഓഫ് സ്പീച്ച് വളരെയധികം ഗ്യാരണ്ടീഡ് ആണ്. ചിലർ പറയുന്നത് സോഷ്യൽ മീഡിയ നമ്മൾ മോഡറേറ്റ് ചെയ്യണം. ശരിയാണ്, എന്തും പറയാനുള്ള അവസ്ഥയായി കഴിഞ്ഞാൽ ഇതിനകത്തൂടെ മണി ലോണ്ടറിങ്ങും ടെററിസവും ഇൻസർജൻസിയും റാഡിക്കലൈസേഷനും എല്ലാം നടക്കാം. അപ്പൊ ചിലർ പറയുന്നു ഇതിനെ മോഡറേറ്റ് ചെയ്യണം, ശരിയാണ്, അതൊരു വിഭാഗം. പിന്നെ ചിലർ പറയുന്നത് പക്കാ മീഡിയ റെഗുലേഷൻ വേണം, മീഡിയക്ക് ഒട്ടും സ്വാതന്ത്ര്യം പാടില്ല, സർക്കാർ തീരുമാനിക്കേണ്ടതേ മീഡിയ പറയാവുള്ളൂ. ഇപ്പൊ നിങ്ങൾ ചൈന എടുത്തു നോക്കിയാൽ ചൈനയെ പറ്റി പറയുന്നത് അവിടെ ഒരു ഇൻവിസിബിൾ ഫയർവാൾ ഉണ്ടെന്നാണ്. അതായത് ചൈനയ്ക്ക് സ്വന്തമായിട്ട് ഫേസ്ബുക്കും ടിക്ടോക്കും എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എന്തൊക്കെ കണ്ടന്റ് പുറത്തു പോയാലും അകത്തോട്ട് വന്നാലും ഇറ്റ് ഈസ് സെൻസേർഡ്, ഇറ്റ് ഈസ് അണ്ടർ ദ സർവൈലൻസ് ഓഫ് ചൈനീസ് ഗവൺമെന്റ്. അപ്പൊ ഒരു സൈഡിൽ ഫ്രീ സ്പീച്ച് ആബ്സല്യൂട്ടിസ്റ്റുകൾ, മറ്റേ സൈഡിൽ മീഡിയ വളരെയധികം റെഗുലേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. 2 വിഭാഗക്കാരാണുള്ളത്. ഓക്കെ, ഇനി ഞാൻ 2 വേറെ ഗ്രൂപ്പിനെ പരിചയപ്പെടുത്താം. നിങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടീസിനെ എടുത്താൽ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ലിബറൽസ് എന്ന് പറയും. ലിബറൽസ് ആരാണ് സ്റ്റുഡൻസ്? ലിബറൽ ആയിട്ട് ചിന്താഗതികളെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ്, മോഡേൺ ചിന്താഗതികളെ പ്രൊമോട്ട് ചെയ്യുന്ന, റിഫോമിനെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ്. ഇവർ പക്ഷേ LGBTക്ക് സപ്പോർട്ട് ചെയ്യും, കമ്മ്യൂണിറ്റിയെ ഇവർ സപ്പോർട്ട് ചെയ്യും. അതായത് സ്ത്രീകൾക്ക് അബോർഷൻ റൈറ്റ് വേണമെന്ന് പറയും. ലിബറൽ ചിന്താഗതികളെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ലിബറൽ പാർട്ടിയിലുള്ളത്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ട്? കൺസർവേറ്റീവുകളുണ്ട്. കൺസർവേറ്റീവുകൾ കൂടുതലും നാഷണലിസത്തിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ രാജ്യം വലുതാവണം, ട്രേഡ് പ്രൊട്ടക്ഷനിസം ഇവർ പറയും. ഞങ്ങളുടെ രാജ്യത്തിന്റെ എക്കണോമി വളരണം, ഞങ്ങളുടെ രാജ്യം കൂടുതൽ ഉന്നതിയിലേക്ക് പോകണം. മൈഗ്രേഷൻ ഇവർക്ക് വലിയ താല്പര്യമില്ല. ഓക്കെ, ഞങ്ങളുടെ ദേശത്തിലുള്ളവർ മതി, ഞങ്ങളുടെ ദേശത്ത് പുറത്തുനിന്ന് അധികം ആൾക്കാർ വരണ്ട. ഇങ്ങനെയൊക്കെ പറയുന്ന പാർട്ടികളെയാണ് നമ്മൾ കൺസർവേറ്റീവ് പാർട്ടി എന്ന് പറയുന്നത്. ലിബറൽ പാർട്ടിയുടെ എക്സാമ്പിൾ ആണ് ഇപ്പൊ അമേരിക്ക ഭരിക്കുന്ന ഡെമോക്രാറ്റ്. കൺസർവേറ്റീവ് പാർട്ടിയുടെ എക്സാമ്പിൾ ആണ് ഡൊണാൾഡ് ട്രംപ് സഹിതമുള്ള റിപ്പബ്ലിക്കൻസ്. നിങ്ങൾ ബ്രിട്ടനിലേക്ക് ചെന്നാലും അവിടെ നിങ്ങൾക്ക് കാണാം ഋഷി സുനക്കും അതുപോലുള്ള കുറെ ആൾക്കാരൊക്കെ കൺസർവേറ്റീവ് ആണ്. ബ്രിട്ടനിൽ ഇപ്പൊ ഉള്ളത് ആരാ? ലേബർ പാർട്ടിയാണ്, അവർ ലെഫ്റ്റ് പാർട്ടിയാണ്. ഈ ലെഫ്റ്റ് പാർട്ടി ആണെങ്കിലും ലിബറൽ പാർട്ടി ആണെങ്കിലും അവിടെ ഒത്തിരി അധികം ലിബറൽ ചിന്താഗതികൾക്ക് സ്കോപ്പ് ഉണ്ട്. എന്ത് വേണമെങ്കിലും പറയാനുള്ള ഒരു സ്കോപ്പ് നിങ്ങൾക്കുണ്ട്, റിഫോംസിനുള്ള സ്കോപ്പ് ഉണ്ട്. കൺസർവേറ്റീവ്സിന്റെ ഐഡിയ വേറെയാണ്. ഇപ്പൊ മോദി ഗവൺമെന്റിനെ ചിലർ കൺസർവേറ്റീവ് എന്ന് പറയും, ഋഷി സുനക്കിന്റെ ഗവൺമെന്റിനെ ചിലർ കൺസർവേറ്റീവ് എന്ന് പറയും, പൂത്തിന്റെ ഗവൺമെന്റിനെ ചിലർ കൺസർവേറ്റീവ് എന്ന് പറയും. അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ ഇറ്റാലിയൻ ഇപ്പോഴത്തെ ഗവൺമെന്റ്, അവരെയും കൺസർവേറ്റീവ് എന്നാ പറയും.
കൺസർവേറ്റീവ് ഉള്ളപ്പോൾ അവര് മൈഗ്രേഷനൊക്കെ വളരെ എതിരായിരിക്കും. ഓക്കെ, അവർക്ക് നാഷണലിസമാണ്, അവരുടെ രാജ്യമാണ് വലുത്. ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് കേൾക്കാം, മാഗ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. പക്ഷെ ഇതിനകത്ത് ഇനി ഒരു വിരോധാഭാസം നിങ്ങൾ ശ്രദ്ധിക്കുക. ലിബറൽ ഗവൺമെന്റുകളല്ലേ സ്റ്റുഡൻസ് കൂടുതൽ ഫ്രീഡം ഓഫ് സ്പീച്ച് തരേണ്ടത്? ഞാൻ പറയുന്നത് ലിബറലായ ഒരു സർക്കാർ അല്ലെങ്കിൽ ഗവൺമെന്റ് ഉള്ള സ്ഥലത്ത്, പാർട്ടി ഉള്ളിടത്ത്, അവിടെ അല്ലേ ഫ്രീഡം ഓഫ് സ്പീച്ച് കൂടുതൽ വരേണ്ടത്? കൺസർവേറ്റീവുകളായിരിക്കില്ലേ മോസ്റ്റ്ലി ഫ്രീഡം ഓഫ് സ്പീച്ചിനെ റെസ്ട്രിക്ട് ചെയ്യുന്നത്? ലിബറൽസ് ഫ്രീഡം ഓഫ് സ്പീച്ചിനെ സപ്പോർട്ട് ചെയ്യുകയും കൺസർവേറ്റീവുകൾ ഫ്രീഡം ഓഫ് സ്പീച്ചിനെ റെസ്ട്രിക്ട് ചെയ്യാൻ ശ്രമിക്കുകയല്ലേ ചെയ്യേണ്ടത്? പക്ഷെ ലോകത്ത് ഇപ്പൊ ഒരു വിരോധാഭാസം നടക്കുന്നത്, ലിബറൽ പാർട്ടികൾ, ലിബറൽ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പാർട്ടികൾ തന്നെ മീഡിയയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നമ്മളിപ്പോ കാണുന്നത്. അത് USA-ലാണെങ്കിലും അത് നിങ്ങളുടെ ബ്രിട്ടനിലാണെങ്കിലും ലിബറലും ലെഫ്റ്റ് പാർട്ടികളും മീഡിയ കൺട്രോൾ ചെയ്യുക. അപ്പൊ ഇത് ശരിക്കും നടക്കേണ്ട കാര്യമല്ല, പക്ഷെ ലോകത്ത് ഇപ്പം നടക്കുന്നത് ഇതാണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത് മസ്കിന്റെ 2022 ഉള്ള ഒരു ട്വീറ്റ് ആണ്. ഇദ്ദേഹം പറയുന്നത് ഫ്രീ സ്പീച്ച് ഇസ് ദ ബെഡ്റോക്ക് ഓഫ് ഫങ്ഷനിങ് ഓഫ് എ ഡെമോക്രസി. ഒരു ഡെമോക്രസിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താ? ഫ്രീ സ്പീച്ച് ആണ്. ഇദ്ദേഹം ട്വിറ്റർ വാങ്ങാൻ തന്നെ ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? ഇവിടെ ഫ്രീ സ്പീച്ച് ഇല്ല, ഇവിടെ ലിബറൽ ചിന്താഗതികൾ മാത്രമേ പോകുന്നുള്ളൂ. LGBTQയുടെ കാര്യം, ആക്ടിവിസത്തിന്റെ കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പോകുന്നുള്ളൂ. കൺസർവേറ്റീവ്സുകൾക്കും വോയിസ് ഉണ്ട്. എല്ലാവരുടെയും വോയിസ് പുറത്തു വരണം, എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യം വേണം. അപ്പൊ ട്വിറ്ററിനെ ചില ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ള ആൾക്കാർ വിഴുങ്ങിയെന്ന് പറഞ്ഞിട്ടാണ് മസ്ക് എന്ത് ചെയ്യുന്നത്? ട്വിറ്ററിനെ അങ്ങ് സ്വന്തമാക്കുന്നത്. അപ്പൊ ഈ പറയുന്ന മസ്ക് ആരാണ് സ്റ്റുഡൻസ്? ഈസ് എ ഫ്രീ സ്പീച്ച് ആബ്സല്യൂട്ടിസ്റ്റ്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് രണ്ട് സ്പീച്ച് കാണാം. സാദിഖ് ഖാൻ എന്ന് പറഞ്ഞ ലേബർ പാർട്ടി, ഇറ്റ് ഇസ് എ ലെഫ്റ്റ് ലീനിങ് പാർട്ടി. ഓക്കെ, കൺസർവേറ്റീവ് പാർട്ടികൾക്ക് എതിരെ ഉള്ള ഒരു പാർട്ടിയാണ്. ഇദ്ദേഹം പറയുന്നത് ട്രംപ് സെക്സിസ്റ്റ് ആണ്, റേസിസ്റ്റ് ആണ്. ഇവിടെയും ഇദ്ദേഹം പറയുന്നു ട്രംപിനെ വിജയിപ്പിക്കരുത്, അദ്ദേഹം റേസിസ്റ്റ് ആണ്, ഇദ്ദേഹത്തെ ലേബറുകൾ എതിർക്കണം. കാരണം സാദിഖ് ഖാൻ ഹീസ് എ ലണ്ടൻ മേയർ ആൻഡ് ഹീസ് ഫ്രം എ ലേബർ പാർട്ടി. അപ്പൊ നമ്മൾ ഇവിടെ ഒരു വിരോധാഭാസമാണ്. ട്രംപിന് പറയേണ്ടതും ട്രംപിന് പറയാൻ പറ്റത്തില്ലേ? കാരണം ട്രംപിനെയും ഫേസ്ബുക്കിൽ നിന്ന് അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യുന്നു, പല സോഷ്യൽ മീഡിയയിലും ഇദ്ദേഹത്തിന്റെ ട്വീറ്റുകൾ വരുന്നില്ല, കാരണം ട്രംപ് കൺസർവേറ്റീവ് ആണ്. ഇപ്പൊ നടക്കുന്നത് എന്താ? ലിബറൽ പാർട്ടികൾ തന്നെ കൺസർവേറ്റീവ്സിന്റെ വോയിസ് കട്ട് ചെയ്യാൻ നോക്കുകയാണ്. കൺസർവേറ്റീവ് മീഡിയകളെ ഇവര് സെൻസർ ചെയ്യാണ്. അപ്പൊ ഇത് ലിബറൽ പാർട്ടികൾ ചേർന്ന പ്രവൃത്തിയല്ല. നിങ്ങൾ ലിബറൽ ആണെങ്കിൽ എല്ലാ വോയിസുകളും കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. പക്ഷെ ലോകത്ത് ഇപ്പോൾ അതല്ല നടക്കുന്നത്. ഓക്കെ, നമ്മുടെ പ്യൂ റിസർച്ച് സെന്ററിന്റെ ഒരു പഠനമുണ്ട്. US-ല് ട്രഡീഷണൽ ഓഡിയൻസുകൾ ഡിക്ലൈൻ ചെയ്യുവാണ്. ട്രഡീഷണൽ ന്യൂസ് മീഡിയ മാത്രമേ ചിലത് കാണുന്നുള്ളൂ. ട്രഡീഷണൽ ന്യൂസ് മീഡിയ ഡിക്ലൈനിലാണ്. എല്ലാവരും TV തുറന്നു വെച്ചോ സോഷ്യൽ മീഡിയയിലോ വലിയ ആക്റ്റീവ് ആവുന്നില്ല ഇപ്പൊ. കാരണം എന്താ? മീഡിയ തുറന്നു വെച്ചാൽ ആകെ ലിബറൽസിന്റെ തോട്ട് പ്രോസസ് മാത്രമേ പമ്പിൻ ആവുന്നുള്ളൂ, ലിബറൽ കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. കൺസർവേറ്റീവ് വോയിസുകൾ ലിബറൽ പാർട്ടി കട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ആൾക്കാർക്ക് മീഡിയയിലുള്ള കോൺഫിഡൻസ് പോയി. ഓക്കെ, പ്യൂ റിസർച്ച് സെന്ററിന്റെ ഒരു ട്വീറ്റ് ആണിത്. ഓക്കെ, ഇതുപോലെ തന്നെ അമേരിക്കയിൽ മീഡിയ കോൺഫിഡൻസ് വളരെ ലോ ആണെന്നുള്ള ഒരു റിസർച്ചും ഇതിന്റെ ഇടയ്ക്ക് വന്നിരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം. മീഡിയ കോൺഫിഡൻസ് ഇൻ US മാച്ചസ് 2016 റെക്കോർഡ് ലോ. ആൾക്കാർക്ക് മീഡിയയിൽ വിശ്വാസമില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലര് മോദി മീഡിയക്ക് ഗോദി മീഡിയ എന്ന് പറയും, ചിലര് കോൺഗ്രസിനെ അനുകൂലിക്കുന്ന മീഡിയക്ക് ചംച മീഡിയ എന്ന് പറയും. ഓക്കെ, അപ്പം ശരിക്കും നല്ലൊരു മീഡിയ എല്ലാ സ്വരങ്ങളും പുറത്തു വിടണം. പക്ഷെ അമേരിക്കയിൽ പറയപ്പെടുന്ന എന്താ? കൺസർവേറ്റീവ് വോയിസുകൾ ഇപ്പൊ പുറത്തു വരുന്നില്ല. ട്രംപിന്റെ ട്വീറ്റുകൾ, അല്ലെങ്കിൽ ട്രംപിന്റെ ട്വീറ്റ് അല്ല, ട്രംപിന്റെ പ്രസൻസ് ഉള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തെ സെൻസർ ചെയ്യാണ്. കൺസർവേറ്റീവ് പാർട്ടികളുടെ തോട്ടുകൾ സെൻസർ ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഈ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ UK-യിൽ ഈയിടയ്ക്ക് ഒരു റൈറ്റ് നടന്നു, നിങ്ങൾക്ക് അറിയാം. ആന്റി ഇമിഗ്രേഷൻ റൈറ്റ്സ് അവിടെ നടന്നു, മൈഗ്രൻസിനെതിരെ റൈറ്റ് നടന്നു. അവിടെയും എന്താ സംഭവിച്ചത്? UK ഗവൺമെന്റ് എന്ത് ചെയ്തു? കൺസർവേറ്റീവ് വോയിസുകൾ, അല്ലെങ്കിൽ അവിടെ ഉള്ള ആൾക്കാരുടെ പലരുടെയും വോയിസ് കർബ് ചെയ്യാണ് ഉണ്ടായത്. ഓക്കെ, ലോക്കൽ കമ്മ്യൂണിറ്റി പെട്ടവരാണ് പലരും പ്രശ്നം ഉണ്ടാക്കിയത്, അവരുടെയൊക്കെ വോയിസ് കർബ് ചെയ്തു. ഓക്കെ, പിന്നെ എലോൺ മസ്കിനെയും ഇവരെന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ ട്വീറ്റ് ഇതിന് കാരണമാണെന്ന് പറഞ്ഞ് ഇതിനെ സെൻസർ ചെയ്യാൻ നോക്കി. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് പാർട്ട്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് നോക്കാം. അപ്പൊ ഈ ഒരു ന്യൂസ് വളരെ ഫേമസ് ആവാനുള്ള കാരണം എന്താ? ടെലിഗ്രാം ബാൻ ആവുമോ, ഇങ്ങനെയുള്ള സംശയങ്ങൾ വരാനുള്ള കാരണം എന്താ? ഈ പറയുന്ന പവേൽ ദുറോവ് അറസ്റ്റിൽ ആയി. ആരാണ് ഈ പവേൽ ദുറോവ്? ഹീസ് ദ ഫൗണ്ടർ ഓർ CEO ഓഫ് ടെലിഗ്രാം. അപ്പൊ ടെലിഗ്രാമിന്റെ ഓണർ അറസ്റ്റിലായത് കൊണ്ടാണ് ടെലിഗ്രാം ബാൻ ആവുമെന്നൊക്കെയുള്ള ഒരു
തിയറി ഇപ്പോ പ്രൊപ്പഗേറ്റഡ് ആവുന്നു. ഓക്കെ, ഇനി ആരാണ് പവേൽ ദുറോവ്? ഹീസ് ദ ഫൗണ്ടർ ഓഫ് ടെലിഗ്രാം. ഏകദേശം 900 മില്യൺ യൂസേഴ്സ് ഉള്ള ടെലിഗ്രാമിന്റെ ഫൗണ്ടർ ആണ്. ഇദ്ദേഹത്തെ ഫ്രാൻസിലെ പാരീസിലെ ലുബോർഗെ എയർപോർട്ടിൽ അറസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഈ ദുറേവ് ശരിക്കും ഒരു ഡ്യുവൽ അല്ലെങ്കിൽ ട്രിപ്പിൾ സിറ്റിസൺ ആണ്. ഇദ്ദേഹം ഫ്രഞ്ച് സിറ്റിസൺ ആണ്, റഷ്യൻ സിറ്റിസണുമാണ്. മൾട്ടിപ്പിൾ സിറ്റിസൺഷിപ്പ് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇദ്ദേഹം അസർബൈജാനിൽ നിന്ന് പാരീസിലേക്ക് ട്രാവൽ ചെയ്തപ്പോ ഇദ്ദേഹത്തെ ഈ പറയുന്ന പാരീസിലുള്ള ലുബോർഗെ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യാണ് ഉണ്ടായത്. ഇനി ഇദ്ദേഹത്തിനെ എന്തിനാണ് ഫ്രഞ്ച് അതോറിറ്റീസ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ടെലിഗ്രാമിനെതിരെ ഒത്തിരി അധികം അലിഗേഷൻസ് ഉണ്ട്. അലിഗേഷൻസ് എന്തൊക്കെയാണ്? ടെലിഗ്രാം ഇല്ലീഗൽ ആക്ടിവിറ്റികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, ഡ്രഗ് ട്രാഫിക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു, ചൈൽഡ് അബ്യൂസ് ഇമേജുകൾ, ചൈൽഡ് പോണോഗ്രഫി പോലുള്ള കാര്യങ്ങളുടെ ഇമേജുകൾ ടെലിഗ്രാമിൽ കൂടെ ഷെയർ ചെയ്യപ്പെടുന്നു. ഇതൊക്കെയാണ് ടെലിഗ്രാമിനെതിരെയുള്ള അലിഗേഷൻസ്, അല്ലെങ്കിൽ പാവേൽ ദുരേവിനെതിരെയുള്ള അലിഗേഷൻസ്. ഓക്കെ, അപ്പൊ ഫ്രാൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉണ്ട്, ഓഫ്മിൻ. ഇവര് പറയുന്നത് എന്താണ്? ഓഫ്മിന്റെ ഡ്യൂട്ടി എന്താ? മൈനേഴ്സിനെതിരെയുള്ള വയലൻസ് അന്വേഷിക്കുക. ഇതൊക്കെയാണ് ഒഫ്മിന്റെ ടാസ്ക്. അപ്പൊ ഫ്രോഡ്, ഡ്രഗ് ട്രാഫിക്കിംഗ്, സൈബർ ബുള്ളിയിങ്, ഓർഗനൈസ്ഡ് ക്രൈം, പ്രൊമോഷൻ ഓഫ് ടെററിസം, ഇതെല്ലാം ടെലിഗ്രാം വഴി നടക്കുന്നു എന്നുള്ളതാണ് പവേൽ ദുറേവിന്റെയും ടെലിഗ്രാമിന്റെ എതിരെയുള്ള അലിഗേഷൻസ്. അപ്പൊ ഫ്രഞ്ച് അതോറിറ്റീസ് പറയുന്നത് ഇതെല്ലാം അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പവേൽ ദുറേവിനെ അറസ്റ്റ് ചെയ്തേക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിനെ മേജർലി അറസ്റ്റ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ പ്ലാറ്റ്ഫോമിനെ ഇദ്ദേഹം നിയന്ത്രിക്കുന്നില്ല. ഇതിനകത്തൂടെ ഡ്രഗ് ട്രാഫിക്കിങ്ങും മണി ലോണ്ടറിങ്ങും റാഡിക്കലൈസേഷനും ടെററിസ്റ്റ് പ്രൊമോഷനും ചൈൽഡ് അബ്യൂസ് ഇമേജസും എല്ലാം ടെലിഗ്രാമിൽ കൂടെ നടക്കുന്നു എന്നാണ് അലിഗേഷൻ. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ടെലിഗ്രാമിൽ അധികം മോഡറേഷൻ ഇല്ല. എല്ലാ തരം കണ്ടന്റുകളും നിങ്ങൾക്ക് കാണാം. അതേസമയം നിങ്ങൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇങ്ങനെ എന്തെങ്കിലും റോങ് കണ്ടന്റ് കണ്ടാൽ പെട്ടെന്ന് തന്നെ അത് ചിലപ്പോൾ ടേക്ക് ഡൗൺ ചെയ്യപ്പെടും. ടെലിഗ്രാമിൽ നിങ്ങൾക്ക് പൈറേറ്റഡ് വീഡിയോസ് കിട്ടും, പൈറേറ്റഡ് കണ്ടന്റ് കിട്ടും, എല്ലാ തരത്തിലുള്ള സാധനം നിങ്ങൾക്ക് ടെലിഗ്രാമിൽ കിട്ടും. അപ്പൊ ടെലിഗ്രാമിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഓക്കെ, ക്ലിയർ? ഇപ്പൊ ടെലിഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ചാനലിലൊക്കെ 2 ലക്ഷം മെമ്പേഴ്സ് വരെ ആവാം. ഒട്ടും തന്നെ എന്തില്ല, അതിനകത്ത് മോഡറേഷൻ ഇല്ല. UK ഈ ഇടയ്ക്ക് അതിനെ വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട്? സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എക്സ്ട്രീമിസ്റ്റ് ടെൻഡൻസികളും ഇല്ലീഗൽ ആക്ടിവിറ്റികളും കണ്ടന്റുകളും ഒക്കെ ഇതിൽ കൂടെ പോകുന്നുണ്ടെന്നുള്ളൊരു പരാതിയുണ്ട്. ഒരു പരിധിവരെ അതിനകത്ത് ചെറിയ സത്യമുണ്ട്. ഓക്കെ, അപ്പൊ ദുരേവിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു? ഫ്രഞ്ച് അതോറിറ്റീസ് കൊടുക്കുന്ന ഒരു ഉത്തരം എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനിയും ഇതിനെപ്പറ്റി ടെലിഗ്രാം എന്താ പറയുന്നത്? ദുറേവ് ഹാസ് നത്തിങ് ടു ഹൈഡ്. പവേൽ ദുറേവ് ഹാസ് നത്തിങ് ടു ഹൈഡ്. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ലെന്നാണ് ടെലിഗ്രാം റിയാക്ട് ചെയ്തത്. ടെലിഗ്രാം പറയുന്നത് എന്താ? ഞങ്ങൾ EUവിന്റെ ലോ, യൂറോപ്യൻ യൂണിയൻസിന്റെ ലോ എല്ലാം ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ സർവീസ് ആക്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഞങ്ങളല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം ഈ പറയുന്ന ഉപയോക്താക്കള് പ്രശ്നം ഉണ്ടാക്കുന്നതിൽ നിങ്ങൾ എന്തിനാ ആപ്പിനെ കുറ്റം പറയുന്നു? ഓക്കെ, പക്ഷെ ഇത് പൂർണ്ണമായി ശരിയായ ഒരു വാദമല്ല. കാരണം നിങ്ങളൊരു ആപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കണ്ടന്റിനും കുറച്ചൊക്കെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് വേണം. ഫുള്ളായിട്ട് കൈ കഴുകാൻ പറ്റില്ല. പക്ഷെ ഇവരുടെ മറുപടി ഇതാണ്, ഞങ്ങളല്ല തെറ്റ് ചെയ്യുന്നത്, ഇതിന്റെ യൂസേഴ്സ് ആണ് തെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് ഈ പവേൽ ദുറേവ് ആരാണെന്നൊന്ന് അറിയണം. ഇദ്ദേഹത്തിന്റെ ചരിത്രം വളരെ രസകരമാണ്. ഹി ഇസ് എ റഷ്യൻ ബോൺ പേഴ്സൺ. ഇദ്ദേഹത്തിന്റെ ഒരു ആപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, റഷ്യനിലാണ് എഴുതിയേക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞ ഒരു റഷ്യൻ ഫേസ്ബുക്ക് പോലാണ്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം വളരെ stubborn ആയിട്ടുള്ള ഒരു ഫ്രീ സ്പീച്ച് ആബ്സല്യൂട്ടിസ്റ്റ് ആണ്. അതായത് ഫ്രീഡം ഓഫ് സ്പീച്ചിന് ഇദ്ദേഹം വളരെ വില കൊടുക്കുന്നു. ഓക്കെ, ഗവൺമെന്റ് റെഗുലേഷനെ ഇദ്ദേഹം എതിർക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ 2011 പൂത്തിനെതിരെ വളരെ വലിയൊരു റിബല്യൻ റഷ്യ നടക്കുന്നുണ്ട്. ആ സമയത്ത് ഈ റിബൽ ചെയ്ത ആക്ടിവിസ്റ്റുകൾ ഉപയോഗിച്ച ആപ്പ് വി കോണ്ടാക്ട് എന്ന് പറഞ്ഞ ആക്ട് ആണ്. വി കോണ്ടാക്ട് ഇത് ദുറേവിന്റെ ആപ്പാണ്. ഇപ്പൊ റഷ്യൻ ഏജൻസീസ് എന്ത് ചെയ്തു? ഈ ആപ്പ് ടേക്ക് ഡൗൺ ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇതിലെ പ്രശ്നക്കാരായ ആൾക്കാരുടെ പേരുകൾ വെളിപ്പെടുത്താൻ പറഞ്ഞു. ഇതൊന്നും ദുറേവ് ചെയ്തില്ല. റഷ്യൻ ഗവൺമെന്റിന്റെ എതിരെ ഇദ്ദേഹം നിന്നു. ഹി ഡിഡ്ന്റ് ഗീവ് അവേ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഈ ആപ്പിനെ അദ്ദേഹം പിൻവലിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെയും പ്രശ്നം വരികയാണ്. യുക്രൈനില് ഒരു യൂറോ മൈദാൻ അപ്രൈസിംഗ് നടക്കുകയാണ്. ഒരു സിവിൽ റിബല്യൻ നമ്മുടെ യുക്രൈനിൽ നടക്കുകയാണ്. അപ്പോഴും ഈ റിബല്യനിൽ പങ്കെടുത്ത പലരും ഉപയോഗിച്ചത് ഏത് ആപ്പാ? ഈ ദുറേവിന്റെ ആപ്പ് തന്നെയാണ്. അപ്പൊ റഷ്യൻ അതോറിറ്റീസ് ഇത് മുതലാക്കാൻ വേണ്ടി പവേൽ ദുറോവിനോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രശ്നത്തിൽ ഇൻവോൾവ് ചെയ്തവരുടെയൊക്കെ ഡീറ്റെയിൽസ്
റഷ്യൻ ഏജൻസികൾക്ക് കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ ഇതിനും പവേൽ ദുറേവ് എന്ത് പറഞ്ഞു? എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ആൾക്കാരുടെ പ്രൈവസിയെ മാനിക്കുന്നു, ഐ വോണ്ട് ഷെയർ ഇൻഫർമേഷൻ. അപ്പൊ റഷ്യൻ ഗവൺമെന്റുമായിട്ട് ഡയറക്റ്റ് കോൺഫ്രണ്ടേഷനിൽ വരുവാണ് ആര്? പവേൽ ദുറേവ്. കാരണം റഷ്യക്ക് യുക്രൈന്റെ ഡീറ്റെയിൽസ് എന്തിനാ? കൂടുതൽ പണി ഉണ്ടാക്കാനാണ്. പക്ഷെ പവേൽ ദുറേവ് അതിന് നിന്നു കൊടുത്തില്ല. ഓക്കെ, ക്ലിയർ? ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ടെലിഗ്രാം എന്ന് പറഞ്ഞ ആപ്പ് പല സ്ഥലത്തും ഇത് റോള് പ്ലേ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇറാനില് സ്ത്രീകളുടെ എതിരെ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ആ പ്രൊട്ടസ്റ്റില് ടെലിഗ്രാമിന് റോൾ ഉണ്ടായിരുന്നു. ബെലാറസിൽ അവിടുത്തെ പ്രസിഡന്റ് പുത്തിന്റെ പപ്പറ്റ് ആണെന്ന് പറയുന്നു ലുക്കഷെങ്കോ. ഇദ്ദേഹത്തിനെതിരെയുള്ള സമരത്തിലും ടെലിഗ്രാം വഴിയാണ് കുറെ ഇൻഫർമേഷൻ പോയത്. ഇനി ചൈനക്കെതിരെ ഹോങ്കോങ്ങിൽ പ്രൊട്ടസ്റ്റ് നടന്നപ്പോഴും ടെലിഗ്രാം ആപ്പ് വൈഡ്ലി യൂസ് ചെയ്യപ്പെട്ടു. അപ്പം പവേൽ ദുറേവ് പലർക്കും ഒരു പ്രശ്നക്കാരനാണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കും. കാരണം ഇദ്ദേഹം ഒരു ഫ്രീ സ്പീച്ച് ആബ്സല്യൂട്ടിസ്റ്റ് ആണ്, ലൈക്ക് എലോൺ മസ്ക്. ഫ്രീ സ്പീച്ച് ആബ്സല്യൂട്ടിസ്റ്റുകൾ ആരാണ് സ്റ്റുഡൻസ്? അവരുടെ വാദം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, ഗവൺമെന്റിന് എതിരാണോ കുഴപ്പമില്ല, ഓക്കെ, നിങ്ങളുടെ ഒപ്പീനിയൻ മെജോറിറ്റിക്ക് എതിരാണോ, നിങ്ങളുടെ ഡിഫറെന്റ് ഒപ്പീനിയൻ ആണോ, നിങ്ങൾ പറഞ്ഞോളൂ. ഇതാണ് ഫ്രീ സ്പീച്ച് ആബ്സല്യൂട്ടിസ്റ്റുകളായിരുന്നു. അവര് ഇല്ലീഗൽ ആക്ടിവിറ്റികളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷെ ആൾക്കാർക്ക് എന്ത് തോന്നുന്നു അത് പറയാം. ഓക്കെ, ഈ ഐഡിയ ഫോളോ ചെയ്യുന്നവരാണ് ഇലോൺ മസ്കും പവേൽ ദുറോവും ഒക്കെ. ഇപ്പൊ ടെലിഗ്രാമിന്റെ ഒരു ഫോളോയിങ് നോക്കിയാൽ ഏകദേശം 900 മില്യൺ വരും. ലോകത്തിന്റെ ഏകദേശം 10% അടുത്ത് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. 16 വയസ്സിന് മുകളിലുള്ള 13.5% പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ യൂസേഴ്സിനെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 42% സ്ത്രീകളും 58% പുരുഷന്മാരുമാണ്. അപ്പൊ നല്ല റീച്ച് ഉള്ള ഒരു ആപ്പാണ്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ദുറേവ് ഓബ്വിയസ്ലി റഷ്യയുമായിട്ട് ചെറിയ പിണക്കം ഉണ്ടായി. കാരണം റഷ്യ ചോദിച്ച പല ഇൻഫർമേഷനും ദുറേവ് കൊടുത്തില്ല. ദുറേവ് പലയിടത്തും അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ബെർലിനിൽ ശ്രമിച്ചു, ലണ്ടനിൽ ശ്രമിച്ചു, പാരീസിൽ ശ്രമിച്ചു, അതുപോലെ തന്നെ സിംഗപ്പൂരിൽ ശ്രമിച്ചു. ഓക്കെ, ഇവിടെ ഒന്നും ഇതിന് സെറ്റിൽ ഡൗൺ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇവിടൊക്കെ ഇതിനോട് ഗവൺമെന്റ് എന്ത് ചോദിച്ചു? റെഗുലേഷൻ ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇതിന്റെ പാസ്കോഡുകൾ ചോദിച്ചു, അല്ലെങ്കിൽ ഒരു ബാക്ക് ഡോർ ആക്സസ് ചോദിച്ചു. ഗവൺമെന്റിന് സ്നൂപ്പ് ചെയ്യാൻ പറ്റണം. അതായത് ഈ പറയുന്ന ഗവൺമെന്റ് ഏജൻസികൾക്ക് ടെലിഗ്രാമിലൂടെ ഒരു ബാക്ക് ഡോർ എൻട്രൻസ് വേണമെന്ന് ചോദിച്ചു. ദുറേവ് ആർക്കും ഇതിന്റെ കീ കൊടുത്തില്ല. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഹെഡ് ക്വാർട്ടേഴ്സ് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് ആയിരുന്നു. പക്ഷെ ഇവിടെ എല്ലാം പോയിട്ടും ഇവിടുത്തെ ഗവൺമെന്റ് ഇദ്ദേഹത്തെ വെറുതെ വിട്ടില്ല. ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണം, ഞങ്ങൾക്ക് യൂസേഴ്സിന്റെ ഡീറ്റെയിൽസ് വേണം, ഞങ്ങൾക്ക് ഒരു ബാക്ക് ഡോർ എൻട്രൻസ് വേണം. ഇതൊന്നും ദുറേവ് കൊടുത്തില്ല. അവസാനം ഇദ്ദേഹം എത്തിച്ചേർന്നത് എവിടാ? UAE-യിലാണ്. ഓക്കെ, ഷെയ്ഖ് ഹംദാൻ മീൻസ് ഫൗണ്ടർ ഓഫ് ദുബായ് ബേസ്ഡ് ടെലിഗ്രാം. അപ്പം ടെലിഗ്രാം ഇപ്പൊ ബേസ്ഡ് ആയിരിക്കുന്നത് എവിടാണ്? UAE-യിലാണ്. ഓക്കെ, കാരണം UAE is considered to be a neutral nation. ഇവിടെ ഇദ്ദേഹം സേഫ് ആണെന്നതുകൊണ്ട് ടെലിഗ്രാം ഇപ്പം ബേസ്ഡ് ആയിരിക്കുന്നത് UAE-യിലാണ്. UAE ഇതിനെ റെസ്ട്രിക്ട് ചെയ്യാനോ ഇദ്ദേഹത്തിനോട് സീക്രട്ട് ആക്സസ് ചോദിക്കാനോ ഒന്നും നിന്നിട്ടില്ല. ഓക്കെ, ഇനി ദുറേവ് അറസ്റ്റിലായപ്പോൾ ഇതിനെതിരെ വളരെ ഫിയേഴ്സ് ആയിട്ട് പ്രതികരിച്ചതാണ് എലോൺ മസ്ക്. ഒത്തിരി അധികം ട്വീറ്റ് ചെയ്തു, പവേൽ ദുറേവിനെ ഫ്രീ ആക്കണം, ഇത് ശരിയല്ല. ഇദ്ദേഹം പറയുന്നത് എന്താ? ഫ്രീ പവേൽ ഹാഷ്ടാഗ് ഇട്ട് പറയാണ്, പവേൽ ദുറേവിനെ നിങ്ങൾ വിട്ടു തരണം. ഓക്കെ, ഇദ്ദേഹത്തെ പിടിച്ചു വെച്ചേക്കുന്നത് ശരിയല്ല. പിന്നെ ഇവിടെ ഒരു ട്വീറ്റ് ഇദ്ദേഹം കൊടുക്കുന്നുണ്ട്, ബട്ട് നോ അറസ്റ്റ് ഫോർ സക്ക്, എലോൺ മസ്ക് ടേക്സ് എ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് സെൻസർഷിപ്പ്. ഇദ്ദേഹം പറയുന്നു നിങ്ങൾ പവേൽ ദുറേവിനെ അറസ്റ്റ് ചെയ്തു, പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ മാർക്ക് സുക്കൻബർഗിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. മാർക്ക് സുക്കൻബർഗിന്റെ ഫേസ്ബുക്കിനകത്തും ചില ഇല്ലീഗൽ ആക്ടിവിറ്റിയും റാഡിക്കലൈസേഷനും എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ സുക്കൻബർഗിനെ അറസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ദുറേവിനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കാരണം നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. മാർക്ക് സുക്കൻബർഗ് ഇപ്പൊ ഭരിക്കുന്ന ഡെമോക്രാറ്റ്സിന്റെ സൈഡഡ് ആണ് കുറച്ച്. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഇതിന്റെയൊക്കെ ബാക്ക് ഡോർ ആക്സസ് ആർക്കുണ്ട്? US-ലെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസിലുണ്ട്, വെസ്റ്റേൺ ഏജൻസീസിലുണ്ട്. ഇതിന്റെ എല്ലാം പ്രോഗ്രാമിൽ ഒരു ലൂപ്പ് ഹോൾ ഇട്ടിട്ടുണ്ട്. അതുവഴി നിങ്ങളുടെ ഇൻഫർമേഷൻ ഒക്കെ US-ന്റെയും അതുപോലുള്ള വെസ്റ്റിന്റെയും ഇന്റലിജൻസ് ഏജൻസികൾക്ക് ചോർത്താൻ പറ്റും. ഇത് മാർക്ക് സുക്കൻബർഗ് സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇലോൺ മസ്ക് അധികം സമ്മതിച്ചിട്ടില്ല, പവേൽ ദുറേവ് ഒട്ടും സമ്മതിച്ചിട്ടില്ല. ഇതുകൊണ്ടാണ് സുക്കൻബർഗിനെ പൊക്കാത്തതും പവേൽ ദുറേവിനെ അവര് അറസ്റ്റ് ചെയ്തു. ബസ് ഓബ്വിയസ്ലി നമുക്ക് മസ്കിന്റെ ഒരു ട്വീറ്റ് കൂടെ കാണാം. ഇദ്ദേഹം ഈ സമയത്ത് നമ്മൾ ജീവിക്കുന്നത് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ്. UK മീംസ് കാണുന്നത് കൊണ്ട് ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നു. ഫ്രാൻസ് ടെലിഗ്രാമിന്റെ ഓണറിനെ അറസ്റ്റ് ചെയ്യുന്നു. അയർലാൻഡ് മീംസിനെ ബാൻ ചെയ്യുന്നു. ബ്രസീല് എക്സ് പ്ലാറ്റ്ഫോമിനെ കൺട്രിയിൽ നിന്ന് പുറത്താക്കുന്നു. ഓസ്ട്രേലിയ എക്സിന്റെ പോസ്റ്റുകൾ സെൻസർ ചെയ്യുന്നു.
EU എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, എലോൺ മസ്കിനെ EU ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, ഈ എലോൺ മസ്ക് തന്നെ പറയുകയാണ്. മദൂറോ ബ്ലോക്സ് ഓൾ, അതായത് നിക്കോളാസ് മദൂറോ വെനസ്വേലയുടെ പ്രസിഡന്റ് ആണ്, ഇദ്ദേഹം എല്ലാ പ്ലാറ്റ്ഫോമും ബാൻ ചെയ്യുന്നു. ഇപ്പൊ ലോകത്ത് നടക്കുന്നത് തന്നെ മീഡിയ സെൻസർഷിപ്പ് ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ ശരിയല്ലെന്നാ പറയുന്നത്. ഇതുപോലെ തന്നെ പോൾ ഗ്രഹാം ഉണ്ട്, ഈസ് ഓൾസോ ഫേമസ് പേഴ്സണാലിറ്റി. ഇദ്ദേഹം പറയുന്നത് ഒരു സ്റ്റാർട്ടപ്പ് ഹബ്ബായ പാരീസിൽ വെച്ച് തന്നെ ടെലിഗ്രാമിന്റെ ഫൗണ്ടറിനെ അറസ്റ്റ് ചെയ്തത് ശരിയല്ലെന്നാണ് പോൾ ഗ്രഹാം പറയുന്നത്. അതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് എഡ്വേർഡ് സ്നോഡൻ. ഇദ്ദേഹം എന്തിനാ ഫേമസ് സ്റ്റുഡൻസ്? വിക്കി ലീക്സ് വളരെ ഫേമസ് ആണ്, വളരെ കോൺഫിഡൻഷ്യൽ ആയ കാര്യങ്ങൾ ലീക്ക് ചെയ്ത ആളാണ്. പിന്നെ ഇദ്ദേഹത്തിന് അമേരിക്കയിൽ നിന്ന് ഓടേണ്ടി വന്നു, അങ്ങനെ കുറെ കഥയുണ്ട്. ഇദ്ദേഹം പറയുന്നു ടെലിഗ്രാം സിഇഒയെ അറസ്റ്റ് ചെയ്തത് ശരിയല്ല. ആദ്യം നിങ്ങൾ ടിക്ടോക്ക് ബാൻ ചെയ്തു, ഇപ്പൊ ടെലിഗ്രാമിന്റെ ആളെ അറസ്റ്റ് ചെയ്യുന്നു. ഈ നാളെ എന്ത് സംഭവിക്കും? ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ ഡെമോക്രാറ്റിക് വാല്യൂസ് എന്നാണ് ആര് പറയുന്നത്? എഡ്വേർഡ് സ്നോഡനും പറയുന്നത്. ക്ലിയർ? ഇനി നമ്മൾ പറയുന്നുണ്ട് ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ബൈഡൻ, എന്നാൽ പോലും ബൈഡന്റെ പാർട്ടിയിൽ പെടുന്ന RFK ജൂനിയർ എന്ത് ചെയ്യുന്നുണ്ട്? ടെലിഗ്രാമിന്റെ സിഇഒയെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഇദ്ദേഹം വരെ പറയുന്നുണ്ട്. അതായത് ഞാൻ പറയുന്നു, ജനറൽ കേസില് ലിബറൽസ് മീഡിയ സെൻസർഷിപ്പ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇപ്പൊ ലോകത്ത് നടക്കുന്നത് വെച്ചാൽ ലിബറൽ പാർട്ടികൾ തന്നെ മീഡിയയെ സെൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. ഓക്കെ, ഇനി ഇതിന്റെ പ്രതികരണമായിട്ട് വന്നിരിക്കുന്നത് ആരാ? റഷ്യയാണ് ആദ്യമായിട്ട് ഇതിനെതിരെ പ്രതികരണമായിട്ട് വന്നിരിക്കുന്നത്. റഷ്യ പറഞ്ഞു പാവേൽ ദുറേവിന് എന്ത് കൊടുക്കണം? നിങ്ങൾ കോൺസുലർ ആക്സസ് കൊടുക്കണം, അദ്ദേഹത്തിന് ലീഗൽ എയ്ഡ് കൊടുക്കണം. അപ്പൊ റഷ്യ എന്തിനാണ് ഈ പാവേൽ ദുറേവിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്? അത് കഴിഞ്ഞിട്ട് UN-ലെ റഷ്യൻ റെപ്രസെന്റേറ്റീവായ മിഖായിൽ ഉയനോവ് പറയുന്നതാണ്, ഫ്രാൻസ് ഇസ് ആക്ടിങ് ആസ് എ ടോട്ടാലിറ്റേറിയൻ സൊസൈറ്റി. ഈ ഫ്രീഡത്തിന്റെയും ലിബർട്ടിയുടെയും ഒക്കെ കാര്യം പറയുന്ന രാജ്യമാണ് ഫ്രാൻസ്. പക്ഷെ ഫ്രാൻസ് ഇപ്പൊ ബിഹേവ് ചെയ്യുന്നത് ഒരു ടോട്ടാലിറ്റേറിയൻ സ്റ്റേറ്റ് ആയിട്ടാണെന്നാണ് UN-ലെ റഷ്യൻ റെപ്രസെന്റേറ്റീവായ മിഖായിൽ ഉയനോവ് പറയുന്നു. ഓക്കെ, അപ്പൊ റഷ്യയാണ് വലിയ കാര്യത്തിൽ പാവേൽ ദുറേവിന് വേണ്ടി സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് പാവേൽ ദുറേവ് റഷ്യയുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇനി എന്തുകൊണ്ടാണ് റഷ്യ ഇത്രയധികം പാവേൽ ദുറേവിനെ സപ്പോർട്ട് ചെയ്യുന്നത്? യുക്രൈൻ വാറിൽ റഷ്യൻ പ്രൊപ്പഗണ്ട വളരെയധികം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. റഷ്യയുടെ വീഡിയോസ് കാണുന്നുണ്ട്, റഷ്യ ജയിക്കുന്നു എന്നുള്ള ന്യൂസ് വരുന്നുണ്ട്, പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ റഷ്യൻ പ്രൊപ്പഗണ്ട യുക്രൈൻ വാറിൽ നടക്കുന്നത് മൊത്തം ടെലിഗ്രാമിലൂടെ. ആ യുദ്ധത്തിൽ റഷ്യ ഉപയോഗിക്കുന്ന ഇൻഫർമേഷൻ വാർഫെയറിന് റഷ്യ ഉപയോഗിക്കുന്നത് ടെലിഗ്രാം ആപ്പാണ്. സെലൻസ്കിയും ഉപയോഗിക്കുന്നുണ്ട്, യുക്രൈനും ഉപയോഗിക്കുന്നുണ്ട് ടെലിഗ്രാം. അപ്പൊ റഷ്യയുടെ മെയിൻ ആയുധം ഇൻഫർമേഷൻ വാർഫെയർ നടത്താനുള്ള, അല്ലെങ്കിൽ മിസ്ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രൊപ്പഗണ്ട ക്യാമ്പയിൻ എല്ലാം നടത്താനുള്ള മേജർ പ്ലാറ്റ്ഫോം ടെലിഗ്രാം ആണ്. അപ്പൊ അതുകൊണ്ട് പവേൽ ദുറേവിനെയും ടെലിഗ്രാമിനെയും റഷ്യക്ക് ആവശ്യമാണ്. ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, റഷ്യക്ക് വേറെ ഒരു പേടിയുണ്ട്. ടെലിഗ്രാമിന്റെ എൻക്രിപ്ഷൻ കീ ഫ്രഞ്ച് അതോറിറ്റികൾക്ക് പവേൽ ദുറോവ് പാസ് ചെയ്യുമോ എന്നുള്ളൊരു സംശയം ഇവർക്കുണ്ട്. കാരണം എന്താ? ദിസ് കുഡ് കോംപ്ലിക്കേറ്റ് റഷ്യൻ മിലിറ്ററി പ്ലാൻസ് ഇൻ യുക്രൈൻ. ഇപ്പൊ ടെലിഗ്രാം വഴിയാണ് ഇവരുടെ പല കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പൊ റഷ്യയുടെ സീക്രട്ട് ആയിട്ടുള്ള ചില കാര്യങ്ങൾ യുക്രൈൻ അറിയോ എന്നുള്ള പേടി ഇവർക്കുണ്ട്. റഷ്യൻസ് ഡു എവറിത്തിങ് വിയ ടെലിഗ്രാം. ടെലിഗ്രാം ആണ് ഇവരുടെ മേജർ ഒരു ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ സോഴ്സ്. ഓക്കെ, ഇവരുടെ മെർസനറീസ് ആണെങ്കിലും ചെച്ചന്യയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും എല്ലാം. ഓക്കെ, അതാണ് റഷ്യ പവേൽ ദുറേവിനെ വല്ലാതെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം. പിന്നെ ഈ ഒരു ആളുടെ പേര് നമ്മൾ കാണുന്നുണ്ട്, ഒരു ക്രിപ്റ്റോ ഇൻഫ്ലുവൻസർ ആണ്, ജൂലിയ വാവിലോവ. എപ്പോഴും ഇവര് ഈ പൗലോ ദുറോവ് അല്ലെങ്കിൽ പവേൽ ദുറോവിന്റെ കൂടെ സഞ്ചരിക്കാറൊക്കെ ഉണ്ട്, രണ്ടുപേരും ഫ്രണ്ട്സ് ആണെന്നാ പറയുന്നത്. പക്ഷെ പവേൽ ദുറോവിനെ കുടുക്കിയത് ഈ ജൂലി വാവിലോവ ആണെന്നാണ് പറയപ്പെടുന്നത്. ഹൂ ഈസ് ജൂലി വാവിലോവ? മിസ്റ്ററി വുമൺ വിത്ത് ടെലിഗ്രാം സിഇഒ. അപ്പം ടെലിഗ്രാമിലെ സിഇഒയെ കുടുക്കിയത്, ഫ്രഞ്ച് അതോറിറ്റീസിന് ഇട്ടുകൊടുത്തത് ഇവരാണെന്ന് പറയുന്നു. ചിലര് പറയുന്നത് ആരാ? ഈ ജൂലി വാവിലോവ ഒരു മൊസാദ് ഏജന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ടെലിഗ്രാമിന്റെ സിഇഒയെ അറസ്റ്റ് ചെയ്തത് കണ്ടന്റ് മോഡറേഷന്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല, ഇതിനകത്ത് വെസ്റ്റ് വേഴ്സസ് റഷ്യ എന്ന് പറഞ്ഞൊരു ആംഗിൾ ഉണ്ട്. അപ്പൊ ഒരു സൈഡിൽ വെസ്റ്റേൺ പവേഴ്സ്, ഒരു സൈഡിൽ റഷ്യ. റഷ്യയിലൂടെ അല്ലെങ്കിൽ റഷ്യ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ടെലിഗ്രാം. അതുകൊണ്ടാവാം പെട്ടെന്ന് പവേൽ ദുറേവിനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തത്. മേ ബി മൊസാദ് അല്ലെങ്കിൽ ഇസ്രായേൽ ഏത് ബ്ലോക്കിൽ പെടുന്ന? വെസ്റ്റേൺ ബ്ലോക്കിൽ പെടുന്ന. അപ്പൊ ഈ കാര്യങ്ങളോട് നിങ്ങൾ ചിന്തിക്കും. ഓക്കെ, ക്ലിയർ?
ഇനി ഇവിടെ ഒരു ന്യൂസ് കൂടെ കാണാം. UAE ഡിമാൻഡ്സ് അർജന്റ് ആക്സസ് ടു ടെലിഗ്രാം CEO ലോക്ക്ഡ് അപ്പ് ഇൻ ഫ്രാൻസ്. അപ്പൊ UAE പവേൽ ദുറൈവിനെ സപ്പോർട്ട് ചെയ്ത് വരികയാണ്. കാരണം UAE ആരാണ് സ്റ്റുഡൻസ്? ടെലിഗ്രാമിന്റെ ബേസ് ഇപ്പം UAE-യിലാണ്. UAE is closely following the case of its citizen പവേൽ ദുറോവ്, the founder of Telegram. മനസ്സിലായോ? അപ്പൊ പവേൽ ദുറോവ് റഷ്യൻ സിറ്റിസൺ ആണ്, പവേൽ ദുറോവ് ഫ്രഞ്ച് സിറ്റിസൺ ആണ്, പവേൽ ദുറോവ് UAE സിറ്റിസണുമാണ്. അപ്പൊ സ്വന്തം സിറ്റിസൺ ആണ്, എന്റെ നാട്ടിലാണ് ഈ ഒരു ടെലിഗ്രാം ബേസ്ഡ് ആയത്. അതുകൊണ്ട് UAE-യും പവേൽ ദുറോവിനെ പറ്റി കൺസേൺഡ് ആണ്. അപ്പൊ പവേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാ? എലോൺ മസ്കിനെ പോലുള്ള ഫ്രീ സ്പീച്ച് ആബ്സല്യൂട്ടിസ്റ്റുകൾ, UAE, അതുപോലെ റഷ്യ. ഇതിന്റെ കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത പാർട്ടിൽ ഇന്ത്യയിൽ ഇതിന്റെ ഇമ്പാക്ട് എന്താണ്, അല്ലെങ്കിൽ ടെലിഗ്രാമും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഇനി നമുക്ക് നോക്കാനുള്ളത് തേർഡ് ആംഗിൾ ആണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് ടെലിഗ്രാമും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം. ഓക്കെ, ഇതനുസരിച്ചാണ് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് ടെലിഗ്രാം ഇന്ത്യയിൽ ബാൻ ആവുമോ അതോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ടെലിഗ്രാമും ഇന്ത്യയായിട്ടുള്ള ബന്ധം നിങ്ങൾ നോക്കിയാൽ ടെലിഗ്രാം ഇന്ത്യയിലും ഒത്തിരി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ജൂലൈ 24, 2023 ന്യൂസ് ആണ്. സെബി മേക്സ് പബ്ലിക് സ്റ്റോക്ക് പ്രൈസ് റിഗ്ഗിംഗ് റാക്കറ്റ് വയ ടെലിഗ്രാം. അതായത് സ്റ്റോക്ക് മാനിപ്പുലേഷൻ നടത്തുന്നു എന്തിൽ കൂടെ? ടെലിഗ്രാമിൽ കൂടെ. അപ്പം സ്റ്റോക്ക് മാർക്കറ്റിനെയും ആവശ്യമില്ലാത്ത രീതിയിൽ ഫ്രോഡ് ചെയ്ത് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് ടെലിഗ്രാമിലെ പല യൂസേഴ്സ്. അപ്പൊ സെബിക്ക് ഇതൊരു പ്രശ്നമായിട്ടുണ്ട്. UGC നെറ്റിന്റെ പേപ്പർ ലീക്ക് ആയിട്ടുണ്ട് ടെലിഗ്രാമിൽ. ഓക്കെ, പിന്നീട് ടെലിഗ്രാം ഇത് ഈ ഒരു ചാനൽ ഡൗൺ ചെയ്യുകയും ഈ പറയുന്ന ആൾക്കാരുടെ ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും പേപ്പർ ലീക്ക് സംഭവിച്ചതും ടെലിഗ്രാമിൽ കൂടെ. പിന്നെ ഒരു ഡോക്ടറിനെ 38 ലക്ഷം രൂപ 2 ബ്രദേഴ്സ് ചേർന്ന് ഭോപ്പാലിൽ വെച്ച് കളിപ്പിച്ചു. Okay, many NEET UG applicants purportedly received copies of exam questions. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ടെലിഗ്രാം വഴി നീറ്റിന്റെയും അതുപോലെ പല എക്സാമുകളുടെയും എന്താണ് ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. നീറ്റിന്റെ ലീക്ക് വന്നിട്ടുണ്ട്, UGC നെറ്റിന്റെ ലീക്ക് വന്നിട്ടുണ്ട്. ടെലിഗ്രാം ഇന്ത്യയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ടെലിഗ്രാം ആയിരിക്കില്ല, ടെലിഗ്രാമിന്റെ യൂസേഴ്സ്. ഓക്കെ, ക്ലിയർ. പിന്നെ ഒരു കേസ് നമുക്ക് അറിയാം, നീതു സിംഗ് വേഴ്സസ് ടെലിഗ്രാം. അപ്പൊ നീതു സിംഗ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ KD ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ആളാണ്. ഇംഗ്ലീഷിനൊക്കെ ഫേമസ് ആണ് മാം. ഇവരുടെ കണ്ടന്റ് പൈറേറ്റഡ് ആയിട്ട് ടെലിഗ്രാമിൽ വിൽക്കപ്പെടുന്നു, ഷെയർ ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് ഇവർ കേസ് കൊടുത്തു. ഈ കേസിനകത്ത് കോടതി, ഡൽഹി ഹൈക്കോടതി പറഞ്ഞു ടെലിഗ്രാമിനോട് ഇങ്ങനെ തെറ്റായ രീതിയിൽ പൈറേറ്റഡ് കണ്ടന്റ് വിൽക്കുന്നവരുടെയും ഷെയർ ചെയ്യുന്നവരുടെയും IP അഡ്രസ്സും അവരുടെ പേരും ഒക്കെ ഡിസ്ക്ലോസ് ചെയ്യാൻ നമ്മുടെ കോടതി പറയുന്നു. ഇങ്ങനെ ചെയ്യുന്നവരുടെ നെയിംസും ഫോണും IP അഡ്രസ്സും എല്ലാം ഷെയർ ചെയ്യണം എന്നുള്ളത് കോടതി പറഞ്ഞു. ചില ഐഡികളും അഡ്രസ്സുകളും അതുപോലെ നമ്പേഴ്സും ഒക്കെ ടെലിഗ്രാം ഷെയർ ചെയ്യുകയും ചെയ്തു. ഇത് 2022 ന്യൂസ് ആണ്. അപ്പൊ ടെലിഗ്രാം ഇന്ത്യയിൽ ടെലിഗ്രാം കാരണം കുറെ തലവേദനകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഡൽഹി പോലീസിലെ ഒരു സീനിയർ ഒഫീഷ്യൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ടെലിഗ്രാം അന്വേഷണങ്ങളിൽ വലുതായിട്ട് സഹകരിക്കാറില്ല. ഹാസ് ബീൻ ലാക്ക്ലസ്റ്റർ അക്കോർഡിംഗ് ടു ലോ എൻഫോഴ്സ്മെന്റ് സോഴ്സസ്. ഡൽഹി പോലീസ് ഓഫീസർ എന്താ പറഞ്ഞത്? whenever we reach out to them, they respond with the last login's IP address, which is often of little help. ഇപ്പൊ ടെലിഗ്രാമിൽ ഇവിടെ ഒരു നോഡൽ ഓഫീസർ ഉണ്ട്. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് അവരോട് എന്തെങ്കിലും സഹായം ചോദിച്ചാൽ അവർ എന്ത് ചെയ്യും? ഈ തെറ്റ് ചെയ്ത ആളുടെ അവസാനത്തെ IP അഡ്രസ് അങ്ങ് കൊടുക്കും. പക്ഷെ ഇതുമൂലം ഇൻവെസ്റ്റിഗേഷന് വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ല. ഇനി ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ടെലിഗ്രാം വളരെ കുറവാണ് കോപ്പറേഷൻ ചെയ്യുന്നത്. വെറും 20% കേസുകളിലെ ടെലിഗ്രാം മര്യാദയ്ക്ക് കോപ്പറേറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, 20% കേസുകളിലെ ടെലിഗ്രാം കോപ്പറേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ടെലിഗ്രാം ബാൻ ആവാതിരിക്കാം. ഓക്കെ, ഇപ്പൊ എന്താ നടക്കുന്നത്? ടെലിഗ്രാമിനെതിരെ ഗവൺമെന്റ് സീരിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. എക്സ്റ്റോർഷൻ നടത്തുന്നു ടെലിഗ്രാം വഴി, ഗാംബ്ലിംഗ്, ചൂത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ബേസിൽ ടെലിഗ്രാമിനെതിരെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചില സീനിയർ ആയിട്ടുള്ള ഒഫീഷ്യൽസ് പറയുന്നു ഈ എക്സ്റ്റോർഷൻ, ഗാംബ്ലിംഗ് ഇങ്ങനെയൊക്കെയുള്ള കേസുകളിൽ ടെലിഗ്രാമിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. ചിലപ്പോൾ ടെലിഗ്രാം ബാൻ ആയേക്കാം. എങ്ങനെ? ഈ അന്വേഷണങ്ങളുടെ ക്ലൈമാക്സിൽ എന്താണ് റിസൾട്ട് എന്നനുസരിച്ചാണ്. അതായത് അന്വേഷണത്തിൽ തെളിവാണ് ടെലിഗ്രാം മൊത്തം പ്രശ്നമാണെങ്കിൽ ടെലിഗ്രാം ബാൻ ആവാം. ഓക്കെ, ക്ലിയർ. അപ്പൊ ടെലിഗ്രാമിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്.
the Indian government investigation is being conducted by the MHA, Ministry of Home Affairs, Ministry of Electronics and Information Technology. അപ്പൊ MHAയും മെയ്റ്റിയും കൂടെ ചേർന്നാണ് ഈ ഒരു അന്വേഷണം നടത്തുന്നത്. The authorities are particularly interested in how Telegram has been used for illegal activities like extortion and gambling. While ban is not ruled out, the final decision will depend on the outcome of the investigation. അപ്പൊ കറണ്ട് സ്റ്റാറ്റസ് നിങ്ങൾ നോക്കിയാൽ ടെലിഗ്രാമിനെതിരെ ഇന്ത്യൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷന്റെ മെറിറ്റ് അനുസരിച്ചായിരിക്കും ടെലിഗ്രാം ബാൻ ആവുന്നത്. ബട്ട് ഉടനെ ടെലിഗ്രാം ബാൻ ആവുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ ചാൻസ് ഉണ്ട്, ഒരു ചെറിയ ചാൻസേ ഞാൻ കാണുന്നുള്ളൂ. കാരണം ഇതിനകത്തൊരു ജിയോ പൊളിറ്റിക്കൽ ആസ്പെക്ട് ഉണ്ട് സ്റ്റുഡൻസ്. ടെലിഗ്രാമിന്റെ സിഇഒയെ അറസ്റ്റ് ചെയ്തത് ടെലിഗ്രാം പ്രശ്നക്കാരനായതുകൊണ്ട് മാത്രമല്ല, അതിനകത്ത് ജിയോ പൊളിറ്റിക്സ് ഉണ്ട്. ഞാൻ പഠിപ്പിച്ചു. റഷ്യയും യുക്രൈനും അല്ലെങ്കിൽ റഷ്യയും വെസ്റ്റും തമ്മിലുള്ള പകപോക്കലിന് ഇരയാവുകയും കൂടെ ചെയ്തിട്ടുണ്ട് ആര്? പവേൽ ദുറേവ് അല്ലെങ്കിൽ ടെലിഗ്രാം. അങ്ങനെ ഒരു ആംഗിളൂടെ ഉണ്ട്. പിന്നെ ചിലര് ചിന്തിക്കും, ഇപ്പം റഷ്യ ടെലിഗ്രാമിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു, ഇലോൺ മസ്ക് സപ്പോർട്ട് ചെയ്ത് പറയുന്നു, ട്രംപ് സപ്പോർട്ട് ചെയ്ത് പറയുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇന്ത്യ ടെലിഗ്രാമിനെ പെട്ടെന്ന് ബാൻ ചെയ്താൽ ഇത് വെസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ആയിപ്പോവും, റഷ്യക്ക് എതിരായിട്ട് ആയിപ്പോവും. ഇന്ത്യ ഇപ്പൊ കുറച്ച് ന്യൂട്രൽ ആയിട്ട് രണ്ട് സൈഡിനെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ നമ്മൾ സ്ട്രാറ്റജിക് ഓട്ടോണമി കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ജിയോ പൊളിറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ ടെലിഗ്രാം പെട്ടെന്ന് ബാൻ ആവാൻ സാധ്യതയില്ല. പക്ഷെ ഇൻവെസ്റ്റിഗേഷൻ നടന്ന് നമ്മൾ പ്രൂവ് ചെയ്യുകയാണ് ടെലിഗ്രാം വലിയ പ്രശ്നക്കാരനാണെങ്കിൽ ഫ്യൂച്ചറിൽ ടെലിഗ്രാം ബാൻ ആവാം. പക്ഷെ ഇപ്പൊ ഞാൻ അതിന്റെ സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. 1 or 2 ദിവസത്തിൽ ബാൻ ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ക്ലാസ് ബെനിഫിഷ്യൽ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. കീപ് വാച്ചിങ്. ഞാൻ പറഞ്ഞതുപോലെ ഇത് 3 പാർട്ടായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും എന്തായാലും കണ്ടിരിക്കണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്.